രാഹുൽ ഗാന്ധി ഒരേ ആരോപണം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയല്ല. രാഹുൽ ഗാന്ധി ഓരോ പത്രസമ്മേളനത്തിലും വ്യത്യസ്തമായ ആരോപണങ്ങളായിട്ടല്ല തെളിവ് സഹിതം അദ്ദേഹം വസ്തുതകൾ നിരത്തിവെക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഇലക്ഷൻ കമ്മീഷൻ്റെ ഏറ്റവും വലിയ ആയുധം സുതാര്യതയായിരുന്നു ആകേണ്ടിയിരുന്നത്. ഇലക്ഷൻ കമ്മീഷൻ സത്യസന്ധമായി ഇതിനെ പ്രതിരോധിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ കണ്ടു, ഇലക്ഷൻ കമ്മീഷൻ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളോട് പ്രതികരിച്ചത് വളരെ ബാലിശമായ, വളരെ ക്രൂരമായ പരിഹാസത്തോടു കൂടിയാണ്. അദ്ദേഹം ഉയർത്തിയ ഒരു വാദങ്ങളോടും സത്യസന്ധമായി പ്രതികരിക്കാൻ തയ്യാറായില്ല. വോട്ടർ പട്ടിക ലഭ്യമാക്കാൻ തയ്യാറായില്ല. 5 മണിക്ക് ശേഷമുള്ള വീഡിയോ റെക്കോർഡിങ്ങുകൾ ലഭ്യമാക്കാൻ തയ്യാറായില്ല. ഇലക്ഷൻ കമ്മീഷന് സ്വാഭാവികമായും ചെയ്യാമായിരുന്ന ഒരു കാര്യം, ഡിജിറ്റൽ വോട്ടർ പട്ടിക ഇവർ ലഭ്യമാക്കിയിരുന്നെങ്കിൽ ഈ പരാതികളൊക്കെ ഒഴിവാകുമായിരുന്നു. അല്ലെങ്കിൽ ഈ പരാതികളുണ്ടെങ്കിൽ അവയിൽ തെറ്റുണ്ടെങ്കിൽ അവയൊക്കെ മാറ്റാൻ കഴിയുമായിരുന്നു. ഡിജിറ്റൽ വോട്ടർ പട്ടിക ലഭ്യമാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ വിസമ്മതിക്കുന്നു എന്നുള്ളിടത്ത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി പ്രക്രിയയിൽ ഇലക്ഷൻ കമ്മീഷൻ പങ്കാളിയാണ് എന്നുള്ള ബോധ്യം ഇന്ത്യയിലെ പൊതുസമൂഹത്തിന്, സാമാന്യ ജനങ്ങൾക്കുണ്ടാകുന്നു. അതുപോലെ തന്നെ 5 മണിക്ക് ശേഷമുള്ള വീഡിയോ റെക്കോർഡിംഗ് ലഭ്യമാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ ന്യായം നമുക്ക് കേട്ടാൽ ലജ്ജ തോന്നുമായിരുന്നു. സ്ത്രീകളുടെയും അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ദൃശ്യങ്ങൾ പരസ്യമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. എത്രയോ ടെലിവിഷൻ ചാനലുകൾ പോളിംഗ് ബൂത്തുകളിൽ കടന്നു ചെന്ന ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അവയൊക്കെ എത്രയോ ചാനലുകളിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാത്ത ഇലക്ഷൻ കമ്മീഷൻ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയില്ല എന്നുള്ള വളരെ ബാലിശമായ, വളരെ ക്രൂരമായ ഒരു പരിഹാസമാണ് ആ ഘട്ടത്തിൽ ഉയർത്തിയത്. ഇന്നിപ്പോൾ 2 മണ്ഡലങ്ങളുടെ പ്രത്യേകമായ കണക്കെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി കൃത്യമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. നമുക്കറിയാം, അലദ് എന്ന് പറയുന്ന കർണാടകത്തിലെ നിയമസഭാ മണ്ഡലം, അവിടെ 2018 നടന്ന തെരഞ്ഞെടുപ്പിൽ BR പാട്ടീൽ എന്ന കോൺഗ്രസിൻ്റെ വളരെ ജനപ്രിയനായ നേതാവ് 500 വോട്ടുകൾക്ക് പരാജയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയെക്കുറിച്ച് വളരെ ജാഗരൂകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെയൊക്കെ അദ്ദേഹം അലേർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഒരു ബൂത്ത് ലെവൽ ഏജൻറ്റ് ഇത്തരം, നിങ്ങൾ എല്ലാവരും വിശദമായി പറഞ്ഞു, ഇത്തരം ക്രമക്കേടുകൾ കണ്ടുപിടിച്ചു. ആ ക്രമക്കേടുകൾ കണ്ടുപിടിച്ചു. ആ പ്രക്രിയ തുടരുവാൻ അദ്ദേഹം അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ വോട്ടർ ലിസ്റ്റിൽ നിന്നും 6018 പേരെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളെ തടയിടുവാൻ കഴിഞ്ഞു. അടുത്ത കർണാടകത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഇതിനെക്കുറിച്ചൊരു കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസ് അവിടുത്തെ CBCID അന്വേഷിക്കുന്നു. CBCID ഇലക്ഷൻ കമ്മീഷനോട് 4 കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതൊക്കെ മൊബൈൽ ഫോണിൽ കൂടിയാണ് ഈ അഡീഷനും ഡിലീഷനുമുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ആ മൊബൈൽ ഫോൺ നമ്പറുകൾ ലഭ്യമാക്കുക. ഈ മൊബൈൽ ഫോൺ നമ്പറുകൾ ലഭ്യമാക്കുക. ആ മൊബൈൽ ഫോണിലേക്ക് OTPകൾ വന്നിടണം. ആ OTP ട്രെയിലുകൾ വ്യക്തമാക്കുക. അതുപോലെ തന്നെ ഇവയൊക്കെയുടെയൊക്കെ IP അഡ്രസ്സ് ലഭ്യമാക്കുക. ഇതിൻ്റെ ഈ ഡിവൈസുകളുടെയൊക്കെ ഡെസ്റ്റിനേഷൻ പോർട്ടൽ ലഭ്യമാക്കുക. ഈ 4 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 18 കത്തുകൾ CBCID ഇലക്ഷൻ കമ്മീഷൻ നൽകുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇന്നും അവകാശപ്പെടുന്നതല്ല. ഇലക്ഷൻ കമ്മീഷൻ ഇത് അവകാശപ്പെട്ടെന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇതേവരെ ലഭ്യമായിട്ടില്ല. ഇത് ലഭ്യമാക്കി എന്നുള്ളതിന് യാതൊരു തെളിവും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞില്ല. ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഒരു ന്യായം, ഓൺലൈനായിട്ട് വോട്ടുകൾ ചേർക്കാനോ ഡിലീറ്റ് ചെയ്യാനോ കഴിയില്ല എന്നുള്ളതാണ്. വോട്ടുകൾ ചേർക്കാനും ഡിലീറ്റ് ചെയ്യാനും കഴിയുന്ന ഇലക്ഷൻ കമ്മീഷനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനൊക്കെയുള്ള ആപ്ലിക്കേഷൻ ഓൺലൈനായി സബ്മിറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഓൺലൈനായി സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ എന്ന ഇലക്ഷൻ കമ്മീഷനാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേരുകൾ ചേർക്കുകയോ വെട്ടിക്കളയുകയോ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി നടന്നിട്ടുണ്ടെങ്കിൽ, സെൻട്രലൈസ്ഡായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവുകളാണ്. ഈ ഫോൺ നമ്പറുകളൊന്നും കർണാടകത്തിൽ പ്രവർത്തിക്കുന്നതല്ല, കർണാടകത്തിന് പുറത്ത് പ്രവർത്തിക്കുന്നതാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നതാണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. ഈ ആരോപണത്തെ പൊളിക്കാൻ ഒരു തടസ്സവുമില്ല. ഇതിൻ്റെയൊക്കെ IP അഡ്രസ്സും ഇതിൻ്റെയൊക്കെ ഫോൺ നമ്പരും OTP ട്രെയിലും ഒക്കെ പരസ്യമാക്കിയാൽ ആ ആരോപണങ്ങളൊക്കെ അവിടെ അവസാനിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ആരോപണങ്ങളിൽ അന്വേഷണങ്ങൾ നടത്താവുന്നുള്ളൂ. അതിനൊന്നും ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകാത്തത് കൊണ്ട് ഇന്ത്യയിലെ വോട്ടർ പട്ടികയിൽ ഗുരുതരമായ അട്ടിമറികൾ നടത്തി ഇന്ത്യയിലെ ജനാധിപത്യത്തെ ആകെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്നൊരു അവസ്ഥയിലേക്ക് ഇന്ത്യയിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്.